കെ പി കേശവമേനോനെ കുറിച്ച് പറയണം. കെ പി കേശവമേനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ കെ പി കേശവമേനോന്റെ ജന്മദേശം പാലക്കാടാണ്. അതുപോലെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? കെ പി കേശവമേനോനെയാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ആൻസർ കെ പി കേശവമേനോൻ. അതുപോലെ തന്നെ കെ പി കേശവമേനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ കെ പി കേശവമേനോൻ ആരംഭിച്ച ദിനപത്രം ഏതായിരുന്നു? മാതൃഭൂമി എന്ന ദിനപത്രം ആരംഭിച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? കെ പി കേശവമേനോനാണ്. മാതൃഭൂമി എന്ന ദിനപത്രം ആരംഭിച്ചു. ആൻസർ കെ പി കേശവമേനോൻ. വർഷം ചോദിക്കുകയാണെങ്കിൽ 1923 മാതൃഭൂമി പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് കേട്ടോ. കെ പി കേശവമേനോൻ 1923 ആരംഭിച്ച പത്രമായിരുന്നു മാതൃഭൂമി. അതുപോലെ പറയുകയാണെങ്കിൽ കെ പി കേശവമേനോൻ മാതൃഭൂമി എന്ന പത്രം ആരംഭിച്ചത് മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ എന്ന പത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഓർത്തു വെച്ചോളുക. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന പത്രത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ മാതൃകയാക്കിക്കൊണ്ടാണ് കെ പി കേശവമേനോൻ ആരംഭിച്ച പത്രമായിരുന്നു മാതൃഭൂമി. വർഷം ചോദിച്ചാൽ 1923. അതുപോലെ പറയുകയാണെങ്കിൽ കെ പി കേശവമേനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ കെ പി കേശവമേനോൻ ആദ്യമായിട്ട് പങ്കെടുത്ത INC സമ്മേളനം ഏതായിരുന്നു? 1916 ലക്നൗ സമ്മേളനമായിരുന്നു. ഓർത്തു വെച്ചോളുക. കെ പി കേശവമേനോൻ ആദ്യമായിട്ട് പങ്കെടുത്ത കോൺഗ്രസ് INC സമ്മേളനം ഏതായിരുന്നു? 1916 ലക്നൗ സമ്മേളനമായിരുന്നു. അതുപോലെ കെ പി കേശവമേനോൻ പങ്കെടുത്ത മറ്റൊരു കോൺഗ്രസ് INC സമ്മേളനമായിരുന്നു 1922 KR സമ്മേളനം. 1922 KR സമ്മേളനം. അതുപോലെ തന്നെ കെ പി കേശവമേനോന്റെ ആത്മകഥയായിരുന്നു കഴിഞ്ഞ കാലം. കെ പി കേശവമേനോന്റെ ആത്മകഥ കഴിഞ്ഞ കാലം. അതുപോലെ കഴിഞ്ഞ കാലത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ പറയുകയാണെങ്കിൽ കെ പി കേശവമേനോൻ സിലോണിൽ ഹൈക്കമ്മീഷണറായി നിയമിതനായ വർഷം 1951. കെ പി കേശവമേനോൻ സിലോണിൽ ഹൈക്കമ്മീഷണറായിട്ട് നിയമിതനായത് 1951. മലബാർ കലാപ സമയം, മലബാർ കലാപം എന്ന് പറഞ്ഞാൽ 1921. മലബാർ കലാപ സമയത്തുള്ള KPCC സെക്രട്ടറി ആരായിരുന്നു? കെ പി കേശവമേനോനായിരുന്നു. മലബാർ കലാപ സമയത്തുള്ള KPCC സെക്രട്ടറി ആരായിരുന്നു? കെ പി കേശവമേനോനായിരുന്നു. അതുപോലെ തന്നെ കെ പി കേശവമേനോന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് വിലാത്തി വിശേഷം, കഴിഞ്ഞ കാലം, രാഷ്ട്രപിതാവ്, യേശുദേവൻ, എബ്രഹാം ലിങ്കൺ തുടങ്ങിയ ആരുടെ ബുക്കുകളായിരുന്നു? കെ പി കേശവമേനോന്റെ ബുക്കുകളായിരുന്നു. നമ്മൾ കെ പി കേശവമേനോനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ കാണുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം മുതൽ നമ്മളുടെ ഈ ചെറിയ അറിവുകൾ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ എന്താണ്, അത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.